സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം.
ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പവെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായിൽ. Third party, young salute, reset, up! Third party, slow, up! Third party, order, up! Right and left hand, hip, pass!
ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. കർത്താവേ, നിൻ ശോണിതവും ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭുയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങളും അയച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. നമുക്ക് സമാധാനം. സജീവവും ജീവായുമായ ശബ്ദത്താൽ ആശ്രയപ്പെട്ടിട്ട് കർത്താവേ, ആ ശബ്ദം മഹനീയമായ നേതൃത്വത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. സാരത്തിന്റെയും നാഥന്റെയുമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഖലകളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ
നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരുണയുടെ കർത്താവേ, കരയുന്നു നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നു നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ പ്രിയദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നയിക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അനയുമ്പോൾ കരുണയുടൻ നിർത്തണമേ. നല്ലവർ ഒത്തുവലം ഭാഗേ ആകാശം ഭൂമിയുടേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മുതലായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയുള്ളണമേ. ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധി. പൂർവന്മാരാം നോഹപരാഗം ഇസഹാക്കിനു മഹിദാസയുധൻ പരിപാവനമാ ബലികൾ പോലെ. വിനയാന്വിതരാ തവ സന്നിധിയിൽ ശ്രീതൊരു നവമാ ബലിപൂർണാഥ. ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവനെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ എന്നത് കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും
സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായ കബറിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരനെ സ്വീകരിക്കുമാറാകണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇവന്റെയും മതത്തിന്റെയും നാഥനും പ്രാവുന്നതിനും പരിശുദ്ധമായ സർവേശ്വരനെ ഞാൻ പ്രകർത്തിക്കും. മകനീണന്തിനുപതി നാളിൽ കർത്താവേ നീണയുണ്ടോ കരുണയുടെ നിർത്തണമേ നല്ല വരത്ത് വലം ഭാഗേ. ജീവിക്കുന്നവനെ നൽകണമേ മൃതനായ ഉൾക്കൊണ്ടവരാം സുതരേ നിത്യവിനന്ദ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധവുമായ സർവേശ്വര ദിവസത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാർജനസ്ഥമാക്കപ്പെട്ടിരിക്കുന്ന സ്വരാജ്യത്തിലേക്ക് നിങ്ങളുടെ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വർഗീയപിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാക്കിയിരിക്കുന്ന ചാക്കോസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 55 വർഷക്കാലം ദൈവം നൽകിയ കൃപകളെ ഓർത്ത് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചാക്കോസിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളുള്ള ദൈവത്തിന് സ്തുതി. ഭൂമിയിലേക്ക് മനുഷ്യ സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്നാനങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മനത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിത്യനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ശുഭ്രത്തിരിക്കുമ്പോൾ മാറിപ്പോവുകയും ചെയ്യുന്നു. അതിലിരുന്ന സ്ഥലവും അജ്ഞാതമായിത്തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിത്യനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിത്യനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഏർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവരും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം യെശുവാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാതെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമായ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പനായ അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ രക്ഷകനായ ദൈവമേ, പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ ഭാഗ്യമിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കഴിയുന്നവരുടെ കണ്ണുനീർ തുടങ്ങുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാവങ്ങളും മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൃശ്യത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വീശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവുമാണ് പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വീശ്വരാം. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത
വിളി കേൾപ്പു ഞാൻ. പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ വിളയും വകയോടെ സതതമലട്ടുന്നു. മരണം വരുമരുനാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ.
വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അൻപത്തിയഞ്ച് വർഷത്തേക്ക് ദൈവം അനുവദിച്ചു കൊടുത്ത ജീവിതത്തിന്റെ വഴിത്താരവിട്ട് ദൈവസന്നിധിയിലേക്കുള്ള മടക്കയാത്ര പ്രിയപ്പെട്ട ചാക്കോച്ചൻ ആരംഭിച്ചിരിക്കുകയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാരണമാണ്. ദൈവസന്നിധിയിൽ ഈ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കാൻ. ജീവിതത്തിൽ കടന്നുപോയ വഴികൾ അത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വ്യത്യസ്തമാണ്. കടന്നു പോകുന്ന വഴികളിൽ നന്മകൾ വിരിയിച്ച് കടന്നു പോകാനുള്ള ഒരു നിയോഗം നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ നിയോഗം എന്ത് നന്മയാണ് അവശേഷിപ്പിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ മേഖല. രണ്ട് കുടങ്ങളുമായി ഒരു അമ്മ തന്റെ പറമ്പില് ജലസേചനം നടത്തുവാനും പറമ്പിൽ നിറയെ കാർഷിക വിഭവങ്ങളൊക്കെ ഒരുക്കണം. രണ്ട് കുടത്തിലും കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് ചെടികൾക്ക് ഒഴിക്കാനായിട്ട് ഈ വീട്ടമ്മ ഒരുങ്ങി വരും. കാലഘട്ടം കൊണ്ടാകാം ഒരു കുടത്തിന്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. അവിടെ ഇവിടെയൊക്കെ ചെറിയ ദ്വാരങ്ങളൊക്കെ വീണു. കോഴി കൊണ്ടുവരുന്ന വെള്ളം മുഴുവനും അവസാന സ്ഥലത്ത് എത്താൻ പറ്റാത്ത പരിപാടി. അങ്ങനെയായപ്പോ കുടമൊരിക്കല് തന്റെ യജമാനത്തിയോട് പറഞ്ഞു, അമ്മ എന്തിനാ എന്നെ വെറുതെ ചുമക്കണേ? എന്നെ കൊള്ളില്ല, കളഞ്ഞേരെ. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളം മുഴുവനും കൊണ്ടുവന്ന് തെങ്ങിന്റെ ചുവട്ടിലോ ചെടികളുടെ ചുവട്ടിലോ ഒഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി എന്നെ സൂക്ഷിക്കണ്ട, എന്നെ കളഞ്ഞിട്ട് മറ്റൊരു കുടമാക്കി. ഇത് പറഞ്ഞപ്പോ ആ അമ്മ കുടത്തെ കുടം കടന്നു വന്ന വഴികളിലേക്ക് ഒന്ന് തിരിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നീ വന്ന വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഇടതും വലതും കൈകളിലെ കുടത്താക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ വെള്ളം കോരി ഈ തെങ്ങിന്റെയും മറ്റു ചെടികളുടെയും ചുവട്ടിലേക്ക് വന്നിരുന്നത്. ഈ വന്ന വഴിയില് നീ വന്ന വഴി തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു. കാരണം നീ വന്ന വഴികളിൽ മുഴുവൻ ചെടികള് പൂവിരിഞ്ഞ് മനോഹരമായി സുന്ദരമായി നിൽക്കുന്നു. ഒരുപക്ഷെ എന്റെ കയ്യില് ഫലപുഷ്ടി നിറഞ്ഞ വിളവുകൾക്ക് വേണ്ടിയിട്ട് കൊരുത്തു വെച്ചിരുന്ന മാറ്റിവെച്ചിരുന്ന മറ്റേ ഗുണം ചെയ്തതിനേക്കാളും ഏറെ നന്മ നീ ചെയ്തു. നിന്നെ ഉദ്ദേശിച്ച ആ മരത്തിന്റെ ചുവട്ടില് ആ തെങ്ങിന്റെ ചുവട്ടില് നീ വെള്ളം നൽകിയില്ലെങ്കിലും വന്ന വഴികളിലെത്തിയോ നീ ഒരുപാട് പേർക്ക് വെള്ളം നൽകി. നീ കടന്നു പോകുമ്പോ നിന്നെ ഞങ്ങൾക്ക് വേണം. നിന്റെ ജീവിതം കൊണ്ട് നീ ഒരുപാട് നേടി. ഒരുപക്ഷെ നമ്മൾ ഏറെ പേർക്കും മനസ്സിലാകാത്ത ഒരു ജീവിതം. ഈ ജീവിതത്തെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. മോനെ, നീ കടന്നു വന്ന വഴികളില് നീ വിരിയിച്ച കുറെ പൂക്കള്, നീ കടന്നുപോയ വഴികളില് നീ ആർക്കൊക്കെയോ പങ്കുവെച്ച കുറെ നന്മകള്, അത് ദൈവസന്നിധിയില് വിലമറിയപ്പെടും. നമുക്ക് പ്രതീക്ഷിക്കാം സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തി മുമ്പ് സാധിപ്പിക്കുവാനും വിശുദ്ധ കുർബാനയൊക്കെ കൊടുക്കുവാനൊക്കെ സാധിച്ചപ്പോൾ തന്റെ കഴിഞ്ഞ ജീവിത
വഴികളിലേക്ക് ഓർത്ത് ഏറെ വേദനയോടുകൂടി പറയുകയും കരയുകയും ഒക്കെ ചെയ്ത നിമിഷങ്ങൾ അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഈ മകൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് അവൻ അന്ത്യവിധിനാഥനായിട്ട് കടന്നു വരുമ്പോൾ വലതുഭാഗത്തെ ചെമ്മരിയാടുകളോട് ചേർന്ന് വിധിവാചകം കേൾക്കാനായിട്ട് ഉണ്ടാകണം. അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്ന് നമുക്ക് തിരിച്ചറിയും. നമ്മുടെ പ്രാർത്ഥനയുടെ വഴി കത്തോലിക്കാ സഭയുടെ വലിയ വിശ്വാസമുണ്ടല്ലോ, സമരസഭയും സഹനസഭയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സഹനസഭയിൽ നിന്ന് വിജയസഭയിലേക്കുള്ള യാത്രയിൽ ഈ മകനെ ചേർത്ത് പിടിക്കാൻ വഴി നടത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരും. പ്രത്യേകിച്ച് ഞാൻ പറയും, ചേച്ചി മക്കളുമൊക്കെ കൂടുതൽ ദൈവപൂർവ്വം പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ചേർത്ത് വെച്ചു. വടക്കുമുറിയുടെ വകയുമായിട്ടുള്ള ഈ കുടുംബത്തിൽ ഏറെ ബന്ധമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, അതിർത്തിയിലാണ് താമസം. അതുകൊണ്ട് തന്നെ മക്കളെ വേദപാഠം പഠിച്ചതും വളർന്നതും ഒക്കെ വടക്കുമുറിയുടെ ഒരു പ്രസ്ഥാനത്തിലാണ്. മിഷനായും അതുപോലെ അവരുടെ ജീവിതത്തിൽ എന്നും ഇസ്ലാമിന്റെ വലിയ ശക്തി ജീവിതത്തിന്റെ സഹനങ്ങളിലും നൊമ്പരങ്ങളിലും ഒക്കെ താങ്ങായിട്ട് ഉണ്ടായിരുന്നു. വിശുദ്ധ അഗസ്തീനോസിനോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ മാധ്യസ്ഥതയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നമുക്ക് ഈ ഭവനത്തെ ചേർത്ത് പിടിക്കാം, ഈ മക്കളെ ചേർത്ത് പിടിക്കാം. ഇനിയുള്ള വഴികളിൽ പ്രാർത്ഥനയോടെ ഈ കുടുംബത്തിന്റെ നന്മകൾ നമുക്ക് ഏറ്റുവാങ്ങാം. ഈ കുടുംബത്തിൽ നിന്ന് യാത്രയാകുന്ന പിതാവിന്റെ മരണം ഒരു നൊമ്പരമായി, ഒരു വിങ്ങലായി ഈ മക്കളുടെ ജീവിതകാലങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കുമ്പോഴോ ദൈവം കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇവരെ നിറകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. ഒരപ്പന്റെ സ്ഥാനം ഒരു കുടുംബത്തിൽ ഒത്തിരി വലുതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഈ മരണം 55-ാമത്തെ വയസ്സിൽ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു നമ്മൾ കിടക്കുന്നത് ഇങ്ങനെ ഭൂകളിലേക്ക് മധ്യത്തിൽ കൂട്ടിപ്പിടിച്ച കടങ്ങളും ഒക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ പറയാൻ നമുക്കുണ്ടാകണം. കടന്നുപോയ വഴികളിൽ എന്നെ ഓർത്ത് കരയാനും എന്നെ ഓർത്ത് നൊമ്പരപ്പെടാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ആരെങ്കിലും ബാക്കിയുണ്ടായിരുന്നു. അവരിലൂടെയൊക്കെ വേണം നമ്മൾ ലോകത്തിൽ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായിട്ട് തീരുമാനം വേണ്ടിയിട്ട് കടന്നു പോകുമ്പോൾ ഈ പ്രിയപ്പെട്ട മകൻ ഒരുപാട് ആഗ്രഹത്തോടെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. മഹാഉത്തരവാദിത്തമായിട്ടില്ല ഈ പ്രിയപ്പെട്ട സാഹചര്യത്തിന്റെ ഭൗതിക യോഗത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. ദുഃഖാതരായ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട ചേച്ചിയും കൃഷ്ണമോളെയും അതുപോലെ എല്ലാം ഈ ദേവയോഗത്തിന്റെ അനുശോചനം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ ജനത്തിലെയും അദ്ദേഹം സേവനം ചെയ്തു വരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കുറേയേറെ ഓഫീസേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ അന്തിമ ഉപചാര അർപ്പണമൊക്കെ നമ്മുടെ ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹത്തെ ആരാധന നടത്തപ്പെടുന്നുണ്ട്. നമുക്ക് വിശ്വാസത്തോടെ ബോധ്യത്തോടെ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് അന്ത്യവിധി ദിനത്തിൽ തന്റെ മാലാഖമാരോട് ചേർന്ന് സ്വർഗത്തിലെ വലതുഭാഗത്ത് ചന്ദ്രയാനോട് ചേർന്ന് ഇതിനെ ചേർത്ത് പിടിക്കാൻ സ്വർഗത്തിലെ അനുഗ്രഹം ഈ പ്രിയപ്പെട്ടമായി നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് എല്ലാവർക്കും സമാശ്വാസികളും അനുഗ്രഹദായകമായിട്ട് തീർത്തേക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേക്കാം, തുടർന്നുള്ള ശുശ്രൂഷകൾ. ഞാൻ സന്തോഷിച്ചു അണയുന്നീശോ ഹൃദയാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളേടാ. ശബ്ദമയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃദുലമെഴുന്നേൽക്കും. ആമേൻ ആമേൻ
മാമോദിസ വഴിയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയായ ആത്മാവിനെ ഘോഷിക്കുകയും മറ്റു ഉദാസനമായ ആത്മാവിற்கு പാവനം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാരമ്പര്യമായ പുരോഗതിന് ദൈവവചനങ്ങളായ ആത്മാവിന് വർഷം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനായി സൃഷ്ടിക്കുകയും നൽകുകയും മരണശേഷം ഉയർപ്പിച്ച് രക്ഷനാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. Party, attention! Slow up! Third party, reset up! Rest on your arms, reverse! Party, reset up! Party, slow up! Party, order up! Stand loading position. One round, shot. Reset. Police, back. Down. Reload. Present. Police, back. Down.
Attention. Break. Oh. ആത്മാവിനെ ശ്രീമാന്മാരുടെ രാജ്യത്ത് പ്രവേശിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ ഭക്തന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശേഷമായി സർവേശ്വര. സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിക്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും ശരണമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. സ്ത്രീകളും അല്പം പുറകോട്ട് മാറി നിൽക്കുക. രണ്ട് ലൈനായിട്ട് തുടർന്നുള്ള പ്രാർത്ഥനാ സമയത്ത് സംബന്ധിച്ച് അന്തിമോപചാരം അർപ്പിക്കാവുന്നതാണ്. സ്ത്രീകള് അല്പം പുറകോട്ട് മാറി നിൽക്കുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമവിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വരുത്തു വലം ഭാഗേ. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ത്രീ ഭാവാപുത്രൻ ലോകായേ മൃതനാവിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ
രക്ഷിക്കുന്നവനല്ലോ നീ. ആരാകമാരുടെ സ്വർഗത്തിനെ സ്തുതിക്കുവാനവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനും അവർക്ക് ആശ്വാസപ്പെടുത്തുന്നതുമായ കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. നാഥനമഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കറിയറ്റവനായി സ്ഥിരമഹിമാവിൽ വിളങ്ങും മുഖമൊരു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിടു കേൾക്കും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാനായിരുന്നു, ഞാനവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർത്തിച്ച കർത്താവേ, ആ ദിവസം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ പ്രിയദാസനെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. പരിശുദ്ധാത്മാവുമായ ഉയർപ്പുമൈന്യമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർത്തത്തേക്ക് ഇയാളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വർദ്ധിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും